മൈഗ്രെയിൻ തലവേദന ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇത് യഥാർത്ഥമാണോ അല്ലെങ്കിൽ അഭിനയമാണോ എന്ന് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഈ മൈഗ്രെയിൻ്റെ ട്രിഗർ എന്ന് പറയുന്നത്. മൈഗ്രെയിൻ പല വിധത്തിലുണ്ടെങ്കിലും പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് രണ്ട് മൈഗ്രെയിൻ തലവേദനയാണ്. ഒന്ന് സ്ട്രെസ് റിലേറ്റഡ് മൈഗ്രെയിനും മറ്റൊന്ന് സ്റ്റൊമക് റിലേറ്റഡ് മൈഗ്രെയിനും. സ്ട്രെസ് റിലേറ്റഡ് മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ വരുന്ന നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ടെൻഷൻ കാരണത്താലും മറ്റ് ഒരുപാട് മസിൽസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ടെൻഷൻ ഹോർമോണായ കോർട്ടിസോളിന്റെയും ഒക്കെ കാരണത്താൽ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റൊമക് റിലേറ്റഡ് മൈഗ്രെയിനെ കുറിച്ച്. സ്റ്റൊമക് റിലേറ്റഡ് മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു മൈഗ്രെയിനാണ്. ഈ സ്റ്റൊമക് റിലേറ്റഡ് മൈഗ്രെയിൻ ആണ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരിൽ തന്നെ ഈ ബുദ്ധിമുട്ട് കണ്ടുവരാണ്. ഇതിന്റെ എല്ലാം കാരണം നമ്മൾക്ക് വാരി വലിച്ച് കഴിക്കുന്ന ഭക്ഷണവും സ്ഥിരതയില്ലാത്ത ജീവിതശൈലി ബുദ്ധിമുട്ടുകളും കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ രണ്ട് മൈഗ്രെയിൻ തലവേദനയിൽ നിന്നും നമ്മുടെ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും മാറ്റങ്ങൾ വരുത്തുക. വെറുതെ മരുന്ന് വാങ്ങി കഴിച്ച് ഒരു നിത്യരോഗിയാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക.